ആ ദേ നോക്കിയേ, നമ്മുടെ എന്തിരൻ സിനിമ കണ്ടിട്ടെ ഇവിടെ ഒരാളിപ്പോൾ ഫുൾ ടൈം റോബോട്ടാ. മോൻ്റെ കാര്യമാണേ. അപ്പോഴറിയണത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ റോബോട്ടിക്സിൻ്റെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് പോയേക്കാന്ന് വെച്ചു. ടിക്കറ്റ് ചാർജ് 100 ആണ് കേട്ടോ വരണേ. ഒരു ഡോം തിയേറ്ററും ഉണ്ട്, പിന്നെ റോബോട്ടിക് എക്സ്പീരിയൻസും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കണേ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ലൈറ്റും സൗണ്ടും ഒക്കെ കൂടി വന്നിട്ടേ പിള്ളേർക്കൊക്കെ ഇഷ്ടാവും. അപ്പോൾ നമുക്ക് പതുക്കെ അകത്തേക്ക് നീങ്ങാം അല്ലേ. അകത്തേക്ക് പതുക്കെ വന്നപ്പോൾ തൊട്ടേ റോബോട്ട് എവിടെ, റോബോട്ട് എവിടെ, അതാണ് പുള്ളി അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല റോബോട്ട് കയറി ഇരിപ്പുണ്ടോ, അതൊക്കെയാണ് പുള്ളി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ദാ അവിടെ റോബോട്ട്. അത് കണ്ടപ്പോൾ തൊട്ടേ ആക്ഷനൊക്കെ റോബോട്ടിൻ്റെ വരാൻ തുടങ്ങി. നടപ്പും നിപ്പും ഒക്കെ കണ്ടപ്പോൾ അതിനെ കാണുമ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലും എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, കണ്ടപ്പോൾ തൊട്ടേ ആളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ചെറിയ പേടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉന്തി തള്ളി തള്ളിയാണ് മുന്നോട്ട് വിട്ടത്. അതിനെന്ത് ചെയ്യും, അതെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. വന്നു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയതാ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 ടൈപ്പ് റോബോട്ട് ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ടൈപ്പായിരുന്നു. ഇത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൈയൊക്കെ കൊടുത്തു, കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഈ റോബോട്ട്. അതുപോലെ നമ്മുടെ പൂച്ചേനെയൊക്കെ പോലെ ചാടി ചാടി നടക്കണം. അല്ല, മുയലിനെ, പൂച്ച ചാടില്ലല്ലോ അല്ലേ, മുയലിനെയൊക്കെ പോലെ ചാടി ചാടി നടക്കണ ഒരു സംഭവമുണ്ട്. ഇതാ കാണുന്നതാണ്ടോ. ചില സമയത്തെ ഇതൊരു വൈബ്രേഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ചാടി വരുന്ന കാണുമ്പോൾ പശു കുത്താൻ വരുന്ന ഒരു ഫീൽ എനിക്കും തോന്നിയിട്ടുണ്ട്. ആൾക്ക് പോയി തൊടാനൊക്കെ പേടിയായിരുന്നു. പിന്നെ 2-3 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പോയി തൊട്ടപ്പം ഇച്ചിരി ധൈര്യമൊക്കെ വന്ന് പോയി തൊടാൻ തുടങ്ങി. എങ്കിലും ഞാൻ പറഞ്ഞു പോയി തൊട്ട് നോക്കുക എന്നൊക്കെ. എങ്കിലും നോക്കിക്കയറേ ഓടി വരുന്നു. അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ ഉള്ളൂ. ഈ ഡോം തിയേറ്ററിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ ധൈര്യത്തിൽ പോയി നിന്നതാ. ആ പതുക്കെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തേക്ക് ആളിങ്ങ് പോന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വണ്ടർലയിലൊക്കെ ഇല്ലേ ഈ ഒരു 3D ഫിലിം എക്സ്പീരിയൻസ് ഒക്കെ തരില്ലേ, തിയേറ്റർ എക്സ്പീരിയൻസ്, അതുപോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതിന് ചെറിയ മൂവ്മെൻ്റ് ഉണ്ട്. ആദ്യം വന്ന ഒരു റെയിലിൽ കൂടി നമ്മൾ പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു സംഭവമായിരുന്നു. അതിലൂടെ തന്നെ എനിക്ക് ചെറുതായിട്ട് തലയൊക്കെ കറങ്ങി. പിന്നെ പിടിക്കാണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പുറത്തിറങ്ങി നിന്നാലോ എന്ന് വരെ ആലോചിച്ചു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഒന്ന് കെയർഫുള്ളായിട്ട് ഇവിടെ പോയാൽ മതി കേട്ടോ. അതായത് അടുത്തൊരാൾ വേണം നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി. ഇടയ്ക്ക് നമുക്ക് തലകറങ്ങണ പോലെയൊക്കെ തോന്നും. പിന്നെ പിള്ളേരെ കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലതായിട്ട്. കാരണം നമ്മളത് ചെയ്യുകയാണല്ലോ. അതേ കണ്ടോ, വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ആൾ സ്വിം ചെയ്ത് പോവാണ്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്നൊരു തലകറക്കം വന്നപ്പോഴേ പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് ആ തിയേറ്ററിൻ്റെ ആ ഒരു ഷോ ഉണ്ട്, അതൊരു 3-4 മിനിറ്റ്സ് എന്തോ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഫ്രെയിംസ്. ഇത് 150 റുപ്പീസ് അങ്ങാണ്ടേ ഉള്ളൂ ഒരു ഫോട്ടോ ഫ്രെയിമിന്. അങ്ങനെ 3 ഫോട്ടോ ഫ്രെയിമും 2 ബുക്സും ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങളിങ്ങ് പോന്നു.